ഇതിനകത്ത് മാത്രമല്ല, ഇതിനു മുൻപ് നിങ്ങൾ മനസ്സിലാക്കേണ്ട സീതാറാം യെച്ചൂരിയുടെ ക്രീമേഷൻ നടക്കുന്നത് ബോഡി കൈമാറുന്നത് 14-ാം തീയതിയാണ്. 13-ാം തീയതി എല്ലാവരും അവിടെയുണ്ട്. ബോഡി അവിടെ പൊതുദർശനത്തിന് വെച്ച ദിവസമാണ്. അന്ന് ആദ്യമായിട്ടൊരു പത്രക്കുറിപ്പ് ഇറക്കി. പല പത്രം ഓഫീസുകളിലേക്കും ചെന്നു. അത് ഡൽഹിയിൽ അന്വേഷിച്ചാൽ അറിയാം. ഇതേ സ്വഭാവം വരുന്നത് തന്നെ 14-ാം തീയതി പത്രത്തിൽ വരുന്ന രീതി. ഇത് ഒരു ദിവസത്തെ മാത്രം ഇന്റർവ്യൂ അല്ല. ഇത് മുഖ്യമന്ത്രി നടത്തിയ പരാമർശം എന്ന് പറയുന്നത് ബോധപൂർവം ഈ കാര്യം പ്ലാൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ച്, അത് തങ്ങളുടെ അജണ്ടയാക്കണമെന്ന് ആഗ്രഹിച്ച് ആ പാർട്ടിയിലെ ആളുകൾ നടത്തിയിട്ടുള്ള പരിശ്രമം തന്നെയാണ്. അത് പിന്നീട് പാളിപ്പോയി എന്നുള്ള സത്യം. ആ പാളിപ്പോയതിന് ഈ രീതിയിലല്ല മറുപടി പറയേണ്ടത്. ആ പാളിപ്പോയാലും ഇത് ഉണ്ടാക്കിയ ദുഷ്പേര് ഭീകരമായ ദുഷ്പേരാണ്. ഇതിന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞേ മതിയാവൂ. ഞങ്ങൾ അങ്ങനെ ക്രെഡിറ്റ് എടുക്കാനല്ലോ ഇത് പറയുന്നത്. നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ഏറ്റവും വിഷലിപ്തമായിട്ടുള്ള ഒരു പ്രസ്താവന ഉണ്ടാക്കാവുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് നമ്മൾ പറയാണ്. അതൊരു മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന് വരേണ്ടതല്ല. അതുണ്ടാക്കുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. അത് വീണ്ടും വീണ്ടും അതിനെ പരോക്ഷമായും പ്രത്യക്ഷമായും ന്യായീകരിച്ച് അത് ഉന്നയിക്കുന്നവരെ ക്രൂശിലേറ്റുകയല്ല വേണ്ടത്. അപ്പോൾ അതിനകത്ത് എന്ത് പറ്റി CPM-ന്? ഇത് മനസ്സിലാക്കാത്ത കാര്യം ഇതാണ്. മുമ്പൊക്കെ ആരെങ്കിലുമൊക്കെ പറഞ്ഞ അതിനകത്ത് തിരുത്തലുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു തിരുത്തലുമില്ല. തിരുത്താൻ പോയവൻ തിരുത്തി പോകും, അത്രേ ഉള്ളൂ. അപ്പൊ ഇത് വളരെ ഗൌരവതരമായ കാര്യമാണെന്നാണ് പറയാനുള്ളത്. കോൺഗ്രസ് ഉപതെരഞ്ഞെടുപ്പുകളുടെ ഒരുക്കങ്ങളൊക്കെ ഞങ്ങൾ അന്നു മുതലേ തുടങ്ങിയിരുന്നു. ഞങ്ങൾക്ക് ഒരുക്കങ്ങൾക്ക് ആവശ്യമില്ല. 3 തെരഞ്ഞെടുപ്പുകളും വൻ ഭൂരിപക്ഷത്തോടെ UDF ജയിക്കും, സംശയം വേണ്ട. വയനാട് സംഭവത്തില് എന്തോ ഞങ്ങൾ സ്ഥാനാർത്ഥി നിർണയം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ അത് അതിനെ തുടർന്ന് ഒരു സമയം ഒരു ഡിലേ ഇല്ലാതെ തന്നെ പ്രഖ്യാപിക്കും. ഇപ്പൊ ഞങ്ങൾ ആരും ആലോചിച്ചിട്ടില്ല. ഹരിയാന വൻ ഭൂരിപക്ഷത്തോടെ കോൺഗ്രസ് തിരിച്ചു പിടിക്കും. 10 വർഷമായിട്ട് ഞങ്ങൾ അതിൽ ഇല്ലാത്തിരുന്ന സ്റ്റേറ്റാണ്. BJPയെ പരാജയപ്പെടുത്തി കോൺഗ്രസ് തിരിച്ചു വരും. ശക്തമായിട്ട് ഹരിയാനയിൽ തരംഗമാണ് കോൺഗ്രസിന്റെ. അല്ല, വയനാടിന്റെ കാര്യത്തില് എനിക്ക് മനസ്സിലാകാത്ത കാര്യം, കേന്ദ്ര ഗവൺമെന്റ് എന്താണ് ഇങ്ങനെ ചിറ്റമ്മ നയം സ്വീകരിക്കുന്നത്? ഇത്രയും ഭീകരമായിട്ടുള്ള ഒരു ദുരന്തം നടന്നിട്ട് സമാനതകളില്ലാത്ത ദുരന്തമാണ് ഇന്ത്യ കണ്ടത് വയനാട്ടില്. പ്രധാനമന്ത്രി അവിടെ വന്നു, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. സ്റ്റേറ്റ് ഗവൺമെന്റ് കൃത്യമായിട്ടുള്ള കണക്ക് കൊടുത്തു എന്ന് സ്റ്റേറ്റ് ഗവൺമെന്റ് പറയുന്നു. ഒരു ഇടക്കാല സഹായം പോലും പ്രഖ്യാപിക്കാൻ, വയനാടിന്റെ ഗൌരവാവസ്ഥ പരിഗണിച്ച് പ്രഖ്യാപിക്കാൻ ഇവരെ തയ്യാറാകാത്തത് അങ്ങേയറ്റം ദുർഭാഗ്യകരമായ കാര്യമാണ്. കേരളത്തോട് കിട്ടുമ്പോഴെല്ലാം പ്രതികാരം ചെയ്യുന്ന ജോലിയുടെ ഭാഗമായിട്ടാണോ ഇത് ചെയ്യുന്നത്? അത് സത്യത്തിൽ പ്രധാനമന്ത്രി അടിയന്തരമായിട്ടും ഇതിന് ഇടപെടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ, അവിടുത്തെ കാർഷിക കടങ്ങൾ എഴുതിത്തള്ളാൻ വേണ്ടിയിട്ട്, അവിടുത്തെ കടകളെല്ലാം ആ ദുരന്തഭൂമിയിലെ കടങ്ങൾ എഴുതിത്തള്ളാൻ വേണ്ടി SLBC മീറ്റിംഗ് കൂടി. കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെട്ടിട്ട് മാസം 1 കഴിഞ്ഞു, ഇപ്പോഴും തീരുമാനമില്ല. സ്റ്റേറ്റ് ഗവൺമെന്റ് ഇക്കാര്യത്തിൽ എന്തുകൊണ്ട് ഒരു ശക്തമായിട്ടുള്ള സമ്മർദ്ദം ചെലുത്തുന്നില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്തത്. വയനാടിന്റെ കാര്യത്തിൽ സ്റ്റേറ്റ് ഗവൺമെന്റും കേന്ദ്രത്തിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തണം. സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങളിൽ ഉദാസീനതയില്ലാതെ കൃത്യമായി നടപ്പാക്കണം. ഇതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. വയനാട്ടിലത്തെ കാര്യം വളരെ ഗൌരവതരമായിട്ട് എടുക്കാനാണ് പോകുന്നത്. നമുക്ക് അവിടുത്തെ കാര്യങ്ങളിൽ ജനങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോഴും പല ആളുകളുടെയും ബോഡി കിട്ടിയിട്ടില്ല വയനാട്. എന്താണ് നമ്മൾ ഇപ്പോഴും അങ്ങനെയില്ല അനിശ്വാസമുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെയാണോ കൈകാര്യം ചെയ്യേണ്ടത്?